Okay, good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. ഇപ്പം ഇത്രയും നേരം നമ്മൾ ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്തു, ദെൻ അതിൻ്റെ ബിസിനസ് പ്ലാൻ്റെ ഫീസിബിലിറ്റി ചെയ്തു. ഇനി നമ്മൾ അത് ഹൗ ടു ഇംപ്രൂവ്മെൻറ്റ്, എങ്ങനെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വാട്ട് ഈസ് ലൊക്കേഷൻ ലേഔട്ട്. ലൊക്കേഷൻ ലേഔട്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ലൊക്കേഷൻ ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ലൊക്കേഷൻ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി, അതായത് പ്ലാൻ ലൊക്കേഷൻ refers to the choice of region and the selection of particular site for setting up a business or factory. Entrepreneurs who choose their locations wisely with their customers' preferences, their companies' needs in mind, establish an important competitive advantage over the. അതായത് നമ്മൾ ലൊക്കേഷനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക. നമ്മൾ ബിസിനസ് എവിടെ തുടങ്ങാൻ പോകുന്നു, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ റിലീജിയന്, പിന്നെ എന്താണ് അവരുടെ ചോയ്സ്. ബിസിനസ് അവിടെ വരുന്നതോടുകൂടി അവരെ ഒരു എന്താ പറയുക, അവരെ കുറിച്ചുള്ള ഐഡിയ, റിലീജിയനെ കുറിച്ചും ആ ബിസിനസ് ഫാക്ടറി അവിടെ വരുമ്പം ആ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ വാങ്ങാനുള്ള അവരുടെ ഒരു മനോഭാവം, അവരുടെ ഒരു വില്ലിങ്നെസ്, കേപ്പബിലിറ്റീസ് എന്നത് അതിനൊക്കെ പറ്റിയൊരു ഏരിയ ആണെന്നുള്ള ഒരു ലൊക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുന്നതിനാണ് ഈ ലൊക്കേഷൻ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക അവിടുത്തെ കസ്റ്റമേഴ്സിന് ആ ലൊക്കേഷനെ കുറിച്ചിട്ട്, നമ്മളെ ബിസിനസ്സിനെ കുറിച്ചൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ലൊക്കേഷൻ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ടൈപ്സ് ഓഫ് ലേഔട്ട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രോസസ് ലേഔട്ട്, പ്രോഡക്റ്റ് ലേഔട്ട്, ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്, സെല്ലുലാർ മാനുഫാക്ചറിങ് ലേഔട്ട്, ഹൈബ്രിഡ് ലേഔട്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേഔട്ട്സ് ആണ്. ഇത് ലൊക്കേഷൻ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ്, അവരെ കൺസ്യൂമേഴ്സിനെ നമ്മളെ ലൊക്കേഷനിലുള്ള അവരുടെ കസ്റ്റംസും അവരുടെ റിലീജിയൻസും അല്ലെ, അവർ ചില ബിസിനസ്സിൽ ചില നമ്മൾ മതപരമായിട്ടും കൂടി നമ്മൾ ആ ലൊക്കേഷനിൽ നോക്കേണ്ടി വരും. അല്ല, റിലീജിയൻസിനെ പറ്റിയിട്ടും അവരുടെ കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം ഒരു ബിസിനസ്സിനെ നമ്മൾ ആ മാർക്കറ്റിൽ ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ലേഔട്ട് ഉണ്ടാക്കണമെന്നാണ് ലൊക്കേഷൻ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലൊക്കേഷൻ ഡിസിഷൻസ്. ഒരു ലൊക്കേഷൻ എടുക്കുക എന്നുള്ളതിന് നമ്മൾ തീരുമാനിക്കുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? മാർക്കറ്റ് പ്രോക്സിമിലിറ്റി എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് പ്രോക്സിമിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂ വിത്തൗട്ട് കൺസംഷൻ അല്ലേ. പ്രൊഡക്ഷൻ ഹാസ് നോ വാല്യൂ വിത്തൗട്ട് കൺസംഷൻ. ഓൾ ബിസിനസ് കംസ്, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ ബിസിനസ് ക്ലോസ് ടു മാർക്കറ്റ്സ്, എന്റർപ്രണേഴ്സ് പ്ലാൻ ടു സെർവ് ദ എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ടു മാനുഫാക്ചർ. ലൊക്കേഷൻ പ്രോക്സിമിലിറ്റി, മാർക്കറ്റ് പ്രോക്സിമിലിറ്റി മാർക്കറ്റിൻ്റെ സാധ്യത, അതായത് ഇത് വരുന്നതോടുകൂടി ആ മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്, മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നതാണ് ഇത്. ദെൻ സപ്ലൈ ഓഫ് റിക്വയർഡ് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണോ എന്നുള്ളത്, നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് എന്താണോ അതിനുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടും കിട്ടാനുള്ളൊരു സാധ്യത ഉള്ള ഒരു ഏരിയ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് സ്കിൽസ് അല്ലേ, സ്കിൽസും അതേപോലെ ലേബേഴ്സിനെയും കിട്ടാൻ അല്ലെങ്കിൽ അവർക്കൊക്കെ എത്തിപ്പെടാനുള്ള ഒരു ലൊക്കേഷൻ ആണോ എന്നുള്ളത് നോക്കുക. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കുക അല്ലേ, വെയർ ഹൗസ് ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ ആണോ നോക്കുക. ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യത, ഗവൺമെൻറ് പോളിസി നമ്മൾ പറഞ്ഞല്ലോ ഈ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം, അതൊക്കെ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് പോളിസീസൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള ഏരിയ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും. ദെൻ കോമ്പറ്റീഷൻസ് ഏരിയ നോക്കുക, ക്ലൈമറ്റ് നോക്കണം. ദെൻ ഇൻ്റർനെറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ആക്സസ് നോക്കുക. പൊളിറ്റിക്കൽ കണ്ടീഷൻ അല്ലേ, അതും റിലീജിയൻ പോലെ തന്നെയാണ് ലൊക്കേഷനിലെ പൊളിറ്റിക്കൽ കണ്ടീഷനും നോക്കുക. മതവും രാഷ്ട്രീയവും നോക്കിയിട്ടാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത്. അപ്പം അതിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും, ലൊക്കേഷൻ പരമായിട്ടുള്ള എല്ലാ മേഖലകളെയും സാധ്യതകളെയും നോക്കുന്നതിനാണ് ലൊക്കേഷൻ അനാലിസിസ്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ഫാക്ടേഴ്സാണ് ഈ ലൊക്കേഷൻ അനാലിസിസിൽ വരുന്നത്. ദെൻ ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ടേമാണ്.
എന്ന് വെച്ചാൽ എന്താ ബിസിനസ് പ്ലാൻ കഴിഞ്ഞ് ഇനി ബിസിനസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ആഫ്റ്റർ സെലക്ടിങ് ദ ലൊക്കേഷൻ ഫോർ ദ ബിസിനസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡന്റിഫൈ ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ക്യാരി ഔട്ട് ദെയർ പ്രോസസ്സ് അല്ലേ. നമ്മൾ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, നമ്മൾക്കിപ്പോൾ എല്ലാം ആയി, പ്ലാനായി, എല്ലാ കാര്യവുമായി, ലൊക്കേഷനും ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ദെൻ അത് ചെയ്യാൻ തുടങ്ങുക. അപ്പം അതിനുള്ള പ്രോസസ്സ്, അതായത് നമ്മുടെ പ്ലാനും നമ്മുടെ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ദ പ്രോസസ്സ് അല്ലേ. നമ്മൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് വേണ്ടി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചെയ്തിട്ട് നമ്മൾ പിന്നെ വെക്കുന്ന ഓരോരോ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഈ ബിസിനസ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് അതിൽ വരുന്നത്, കീ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് പ്രോസസ്സ്. ഈ ബിസിനസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ലൊക്കേഷൻ ഡെസിഷനിൽ ഫാക്ടേഴ്സ് പറഞ്ഞ പോലെ ബിസിനസ് പ്രോസസ്സിന് കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ. ഫസ്റ്റ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ നടക്കുക. അതായത് ഇറ്റ് ഈസ് എ ടെക്നോളജി ഡ്രിവൻ സ്ട്രാറ്റജി ടു ഓട്ടോമേറ്റ് എ ബിസിനസ് പ്രോസസ് ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ഇറ്റ് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ഇറ്റ് ഇത് ഷോർട്ടർ ടൈം അല്ലേ. ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാൻ, ഒരു പ്രോസസ്സ് ചെയ്യുന്നതിനാണ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is extremely useful for both simple and complex business process and it is used to execute recurring tasks or processing in the business അല്ലേ. അത് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ചെറിയ ബിസിനസ്സായാലും ശരി വലിയ ബിസിനസ്സിനായാലും ശരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏത് സ്ഥാപനമായാലും ഏത് എൻ്റർപ്രണറായാലും എന്താ നോക്കുക, മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതും എന്ത് വേണം, സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്, ക്വാളിറ്റി സെയിൽ ചെയ്തത് കൊണ്ടിട്ട്. അപ്പോൾ അതാണ് ബിസിനസ് പ്രോസസ്. അതൊരു കീ എലമെൻ്റാണ് ബിസിനസ് പ്രോസസ്സിൽ, ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ. സെക്കൻഡ് വൺ എന്താണ്, ബിസിനസ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് പ്ലാനിങ് ഇനീഷ്യേറ്റീവ് ദാറ്റ് എയിംസ് ആൻഡ് റീഷേപ്പിംഗ് ബിസിനസ് പ്രോസസ് ബേസ്ഡ് ഓൺ ഓപ്പറേഷൻസ് കോംപ്ലക്സിറ്റി അല്ലേ. അതായത് ഇപ്പം നിലവിൽ നമ്മളൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുക, അതിലെന്തെങ്കിലും റീഷേപ്പ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇനിയും ഡെവലപ്മെൻറ്റ് വേണ്ടതോ പുതിയ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനെ ഒന്ന് മാറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ് ഈ ബിസിനസ് പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേര് പോലെ തന്നെ. ദെൻ നെക്സ്റ്റ് വേണം ബിസിനസ് പ്രോസസ് മോഡലിംഗ്. ബിസിനസ് പ്രോസസ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ it is a diagrammatic or structural representation of flow of business activities in an organization or function within an organization. അതായത് ബിസിനസ് പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് പ്രോസസ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറൽ ഫോമിലായിരിക്കും അത്. അതായത് എന്താ പറയുക, നമ്മൾ പണ്ട് ഒരു ഇത് പഠിച്ചില്ലേ, ആഹാര ശൃംഖല പഠിക്കില്ല, ഒരു സ്ട്രക്ചർ പോലെ ഒന്നൊന്ന് തുടങ്ങി ലാസ്റ്റ് ഒന്നിലേക്ക് എത്തുന്നത്. അതേപോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ബിസിനസ് പ്രോസസ് മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. റിസീവ് ഓർഡർ, നമ്മൾ ആദ്യം ഒരു ഓർഡർ സ്വീകരിക്കുന്നു, ദെൻ ആ ഓർഡറിനെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ എത്തിക്കുന്ന, അവിടുന്ന് സ്റ്റോക്ക് കളക്ട് ചെയ്യുന്നു, പിന്നെ ഇൻവോയ്സ് പ്രിൻ്റ് എടുക്കുക, ദെൻ അതിനെ ഷിപ്പ് ചെയ്യുന്നു. നമ്മളിപ്പം ഒരു ഓൺലൈൻ ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്തല്ലേ ഓരോ പ്രോസസ്സ് നടക്കുന്നില്ലേ, അതൊരു സ്ട്രക്ചർ ഫോർമാറ്റ്, ഒരു ഡയഗ്രമാറ്റിക് ഫോർമാറ്റിലല്ല നടക്കുന്നത്. അതിനാണ് ഈ ബിസിനസ് പ്രോസസ് മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് എന്തായാലും കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് നടന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ദെൻ എന്താണ് അത് അഡ്വർടൈസ്, ദെൻ അതിനെ ഡെലിവർ ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രക്ചറിൽ പോകുന്ന ഒരു മോഡലിനാണ് ബിസിനസ് പ്രോസസ് മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓട്ടോമേഷൻ കഴിഞ്ഞു, ഇംപ്രൂവ്മെൻറ്റ് കഴിഞ്ഞു, ബിസിനസ് പ്രോസസ് മോഡലിംഗ്. ദെൻ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ റീ എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാന്നുള്ളത്. ദെൻ ബിസിനസ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, അതായത് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ആൻഡ് യൂസേഴ്സ് അനാലിറ്റിക്സ് ആൻഡ് ബിസിനസ് പ്രോസസ് മൈനിങ് ടൂൾസ് ടു വീഡ് ഔട്ട്. അതായത് നിലവിലുള്ള പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ യൂസേഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ച് ഇപ്പോൾ ഒപ്റ്റിമൽ കസ്റ്റമേഴ്സ് ഏതൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് ബിസിനസ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ബിസിനസ് പ്രോസസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ ക്ലാരിഫൈങ് ആൻഡ് ബ്രേക്ക് ഡൗൺ പ്രോസസ് യു ക്യാൻ ചെയ്ത് ലോജിക്കൽ സ്റ്റെപ്പ് ബിസിനസ്. അതായത് നമ്മൾ മാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ബിസിനസ് ഇപ്പോൾ നടക്കുന്നത് അതിലെവിടെ ബ്രേക്ക് ഡൗൺ പോയിന്റ്സ് ഉണ്ട്, എന്താണ് അതിൻ്റെ ഒരു എന്താ പറയുക എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒരു മാപ്പ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത് ബിസിനസ് പ്രോസസ് മാപ്പിംഗ്. അപ്പോൾ അത്രയും കീ എലമെൻറ്റ്സ് ആണ് ബിസിനസ് പ്രോസസ്സിൽ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് ബിസിനസ് പ്രോസസ്സിൽ ഏറ്റവും ഒരു നന്നായി ചെയ്തു എന്നുള്ളൊരു ഇത് സാറ്റിസ്ഫാക്ഷൻ ആർക്ക് ഉണ്ടാവുക, ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടാവുക. അതാണ് അതിൽ വരുന്നത്. ഇതെന്താണ്
നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതിൽ വരുന്നതുണ്ട് എന്താണ്, ഡിസൈഡിങ് അബൌട്ട് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിനെ കുറിച്ചൊരു എന്താ പറയുക, ഒരു തീരുമാനം എടുക്കുന്നതിന്. ഡിസൈഡിങ് അബൌട്ട് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ അല്ലേ, നമ്മൾ ഓപ്പറേഷൻ ചെയ്തു, അത് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊരു തീരുമാനം. അതെങ്ങനെയാണ്, അത് ഫസ്റ്റ് കുറേ സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത്. ദ മേജർ ത്രെഡ്സ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ ഏതൊക്കെ വരുന്നത്, സെലക്ഷൻ ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനിൽ എന്തൊക്കെ ടെക്നോളജീസ് വേണമെന്നുള്ളതിൻ്റെ ഒരു സെലക്ഷൻ. പിന്നെന്താണ്, സെലക്ഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീനറീസിൻ്റെ ഇപ്പം നിലവിലുള്ള മെഷീനറീസിൻ്റെ സെലക്ഷനും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഒരു യൂട്ടിലൈസേഷനും ഒക്കെ കുറിച്ചിട്ടുള്ളൊരു ധാരണ. ഇതൊക്കെയാണ് ഒരു കൺട്രോൾ, പ്ലാനിങ് കൺട്രോൾ ഓപ്പറേഷനിൽ വരുന്ന കുറച്ച് ഡിസൈഡിങ് ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. ഇതെന്താണ്, വർക്ക് പ്ലേസ് ലേ ഔട്ട്, നമ്മളിപ്പോഴുള്ള വർക്ക് പ്ലേസിനെ കുറിച്ചിട്ടുള്ള ലേ ഔട്ട് ഉണ്ടാക്കുക, വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് ചെക്ക് ചെയ്യുക, ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ദെൻ ഇൻവെൻറ്ററി സ്റ്റോക്ക് കൺട്രോള്, കട്ടിങ് ആൻഡ് കൺട്രോളിങ് ദ മെറ്റീരിയൽ കോസ്റ്റ്, സ്കിൽഡ് വർക്കേഴ്സിനെ കുറിച്ച്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച്, ദെൻ ലാസ്റ്റ് വൺ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്താലാണ് ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അത്രയും പോയിന്റ്സ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഞാനത് ജസ്റ്റ് റീഡ് ചെയ്ത് പോയി, നന്നായിട്ട് വായിക്കും നിങ്ങൾ തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ ബിസിനസ് പ്ലാൻ, അതിൽ നേരത്തെ യൂണിറ്റ് പഠിച്ച അതേ സെയിം കാര്യങ്ങൾ, ബിസിനസ് പ്ലാനിൻ്റെ എന്താ പറയുക, അതേപോലെ DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെയും പ്ലാൻസും അതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും അതിൽ വരുന്ന കണ്ടൻസും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെ ബിസിനസ് പ്ലാൻ റിട്ടേൺ ഫോർമാറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ സെലക്ഷൻ ഓഫ് ഫൈനാൻസസ്, അടുത്ത പ്രോസസ്സാണ് എന്ത്, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിൽ സെലക്ഷൻ ഓഫ് ഫൈനാൻസസ് അല്ലേ, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം, ഫൈനാൻസ് ഉണ്ടാവണം. അപ്പോൾ അതിൽ ഫൈനാൻസേഴ്സിൻ്റെ സെലക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, പേഴ്സണൽ ഫൈനാൻസിങ് അല്ലേ, ഒരാൾക്ക് ഒരു എൻ്റർപ്രണർക്ക് സ്വന്തമായിട്ട് ഫൈനാൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ പേഴ്സണൽ ഫൈനാൻസിങ് വരുന്നു. സെക്കൻഡ് വൺ എന്താണ്, ഇക്വിറ്റി ഫൈനാൻസിങ്, അതായത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിനെ റേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് ഫണ്ട് റേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ എന്താണ്, ഡെപ്റ്റ് ഫൈനാൻസിങ് നമ്മൾ കടം വാങ്ങിക്കുക, അതായത് ബാങ്കിലൊക്കെ ലോണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, അതല്ലാതെ ഉള്ള ഫൈനാൻഷ്യൽ ഏജൻസീസിൽ നിന്നൊക്കെ ഡെപ്റ്റ് ഫൈനാൻസിങ് വഴി നമുക്ക് സോഴ്സസ് ഉണ്ടാക്കാം, ഫൈനാൻസിങ് സോഴ്സ് ഉണ്ടാവും. ദെൻ ക്രിയേറ്റീവ് സോഴ്സസ്, അപ്പോൾ അത്രയും സോഴ്സസിലൂടെ 4 സോഴ്സസ് പറഞ്ഞു, അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ദെൻ ഇക്വിറ്റി ഫൈനാൻസേഴ്സ് വഴി വെക്കാം, ഡെപ്റ്റ് ഫൈനാൻസേഴ്സ് വഴി വെക്കാം, ദെൻ ക്രിയേറ്റീവ് സോഴ്സസ്, അതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അത്രയും സോഴ്സസിലൂടെയാണ് നമ്മൾ ഫൈനാൻസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്തു, പ്രിപ്പയർ ചെയ്തു, അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജാണ് ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലൊക്കെ വരുന്നത്.